നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരിക്കും സിംഗപ്പൂർ. പക്ഷേ ഇതൊരു എക്സ്പെൻസീവ് സിറ്റി ആയതുകൊണ്ട് മാത്രം ഇവിടേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ മടിക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഒരു കശ്മീർ ട്രിപ്പ് പോയി വരുന്ന ചെലവിൽ സിംഗപ്പൂർ ട്രിപ്പ് പോയി വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഒരു സിംഗപ്പൂർ ട്രിപ്പ് പോകാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം, ഏതൊക്കെ സ്ഥലങ്ങൾ കവർ ചെയ്യണം, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആദ്യം തന്നെ നമുക്ക് സിംഗപ്പൂർ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഏതെങ്കിലും ട്രാവൽ ഏജൻസി മുഖേന ബുക്ക് ചെയ്യണം. 4000 റുപ്പീസാണ് ഒരാൾക്കൊരു വിസയ്ക്കാവുന്നത്. അത് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഏത് ഏജൻസി ആണെങ്കിലും. പിന്നെ നമ്മൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. സിംഗപ്പൂർ എയർലൈൻസ് ആണ് കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ്. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷേ നിങ്ങൾ കുറച്ച് മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 15,000 ഒക്കെ കിട്ടും വൺ വേ ജേർണി. അതല്ല എങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് കൊച്ചി ടു ചെന്നൈ, ചെന്നൈ ടു സിംഗപ്പൂർ. അതൊക്കെയാണെങ്കിൽ 10,000 നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. അതാകുമ്പോൾ പിന്നെ ഒരു ഓവർനൈറ്റ് ജേർണി വേണം. ഡയറക്റ്റ് ആണെങ്കിൽ 4.5 മണിക്കൂർ കൊണ്ട് എത്തും. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിൽ സ്കൂട്ട് എയർലൈൻസ് ഉണ്ട്, അത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്, അഫോർഡബിൾ ആണ്. ഇതാണ് മെർലൈൻ പാർക്ക്. നമ്മൾ സിംഗപ്പൂർ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഇമേജ് ആണ് ഈ മെർലൈൻ്റെ സ്റ്റാച്യു. പിന്നെ ഈ ദൂരെ കാണുന്ന ബിൽഡിംഗ് ആണ് മറീന ബേ സാൻഡ്സ്. ഇത് ഇവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. പിന്നെ സൈഡിൽ കാണുന്ന ജയന്റ് വീലാണ് സിംഗപ്പൂർ ഫ്ലയർ. ഈ പാർക്കിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. ഇതാണ് നാഷണൽ ഗാലറി ഓഫ് സിംഗപ്പൂർ, ഒരു മ്യൂസിയം ആണ്. ഇത് ഇവരുടെ പണ്ടത്തെ സുപ്രീം കോർട്ട് ബിൽഡിങ്ങിലാണ് ഉള്ളത്. പിന്നെ നിങ്ങൾ സിംഗപ്പൂർ വരുന്നതിന് 2 ദിവസം മുന്നേ SG അറൈവൽ കാർഡ് ഫില്ല് ചെയ്യണം. ഈ SG അറൈവൽ കാർഡ് ഒരു ഓൺലൈൻ ഫോമാണ്. നിങ്ങളുടെ സ്റ്റേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഫോമാണ്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം, ഞാൻ റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ സൈഡിലൊരു സ്വിച്ച് ഉണ്ടാവും, അത് പ്രസ് ചെയ്യണം. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വണ്ടികളൊക്കെ നിർത്തും, ഒരു 30 സെക്കൻഡ്സിലേക്ക് നിർത്തും. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. നിങ്ങളിവിടെ വന്നിട്ടൊരു സിം എടുക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ ഈ സിമ്മാണ് എടുത്തത്, സിംബ. പിന്നെ ഞങ്ങൾ കുറച്ച് രാത്രിയായപ്പം ഗാർഡൻസ് ബൈ ദ ബേയിലേക്ക് വിട്ടു. അവിടെ ഫ്രീ ലൈറ്റ് ഷോ ഉണ്ട് ഡെയിലി രാത്രി 7:45-നും 8:45-നും. ഇതിന് നടുക്കുകൂടെ ഒരു പാലം പോലത്തെ ഒരു സംഭവം കണ്ടില്ലേ, അതാണ് സ്കൈവേ. അതിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും. പക്ഷെ അത് ചാർജബിൾ ആണ്. അതിൻ്റെ ചാർജസ് ഒക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. ആക്ച്വലി അതിൻ്റെ ഒരു ആവശ്യമില്ല, താഴത്തിന് നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. താഴെ അങ്ങനെ കിടന്നുകൊണ്ട് നമുക്ക് കാണാം. ഇതാകെ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ ഈ ഷോ. ഇങ്ങനെ ലൈറ്റ്സ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും വിത്ത് മ്യൂസിക്. ഇതൊക്കെയാണ് ഇതിൻ്റെ ചാർജസ്. രാത്രി ഇതിൽ കൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ്, ഫുൾ ലൈറ്റിംഗ് ആയിട്ട്. അതായത് പകൽ കാണുന്നൊരു വ്യൂ അല്ല രാത്രി കിട്ടുന്നത്. ഇനി ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ പോവാണ്. ഈ ഐ-ജ്യൂസ് മെഷീൻ നിന്നാണ് ജ്യൂസ് കുടിക്കുന്നത്. ഇവിടെ $2 ഒരു ജ്യൂസിന്. നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന ATM കാർഡ് സ്വൈപ്പ് ചെയ്താൽ മതി. അത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്ത കാർഡായിരിക്കണം. ഇത് ഫ്രഷ് ഷുഗർ ഫ്രീ ഓറഞ്ച് ജ്യൂസ് ആണ്. ഈ ഐ-ജ്യൂസ് മെഷീൻ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട്. സിംഗപ്പൂർ ഫുഡ് കോസ്റ്റ്ലി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഐ-ജ്യൂസ് മെഷീൻ ഡിപ്പെൻഡ് ചെയ്യാം എവിടെ പോകുമ്പോഴും. ഇതാണ് ഷോപ്സ് മാൾ. മറീന ബേയിലുള്ള ഒരു ലക്ഷറി സ്മോളാണ്. നിങ്ങൾക്ക് നൈറ്റൊക്കെ ഇതിൽ കൂടെയൊക്കെ നടക്കാൻ നല്ല രസമായിരിക്കും. ഫുൾ എല്ലാ സ്ഥലത്തും ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് 7-Eleven പോവുകയാണ്. ഇതാണ് 7-Eleven. ഇത് ഈ സിംഗപ്പൂരിൽ കുറേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും 7-Eleven. ഇതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾക്ക് കുറച്ച് ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ 7-Eleven. ഹോട്ടലൊക്കെ ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. 7-Elevenൽ നിങ്ങൾക്ക് ബർഗർ, സാൻഡ്വിച്ച് പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും. പക്ഷേ വെജിറ്റേറിയൻസിന് ഓപ്ഷൻസ് വളരെ കുറവാണ്. കൂടുതൽ നോൺ വെജ് ഐറ്റംസ് തന്നെ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ പാക്കറ്റ് ഐറ്റംസ് ആയ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഞങ്ങളുടെ സ്റ്റേൻ്റെ അടുത്തന്നെയുള്ള 7-Eleven ആണ്. ഇവിടെ നിങ്ങൾക്ക് എവിടെ ട്രാവൽ ചെയ്യണമെങ്കിലും മെട്രോയോ അല്ലെങ്കിൽ ബസ്സോ ഡിപ്പെൻഡ് ചെയ്യാം. ടാക്സിയൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്.
എല്ലാ സ്ഥലത്തേക്കും മെട്രോ അവൈലബിൾ ആണ്. ഈ മെട്രോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ ATM കാർഡ് തന്നെ സ്വൈപ്പ് ചെയ്യാം. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്താൽ മതി. ഇതിങ്ങനെ കയറുന്നിടത്ത് സ്വൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഇറങ്ങുന്നിടത്തും സ്വൈപ്പ് ചെയ്താൽ നമ്മൾ ഒരു ഡേ ഫുൾ ട്രാവൽ ചെയ്ത് എത്ര രൂപ വെച്ചാൽ അതാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുക. ഒരു ദിവസം ട്രാവൽ ചെയ്യുന്നതിന് ഒരു 300 സംതിങ് 400 സംതിങ് റുപ്പീസൊക്കെ ഉള്ളൂ ഒരാൾക്ക് ആവുള്ളൂ. ഇനി നിങ്ങൾക്ക് കാർഡില്ല എങ്കിൽ സിംഗപ്പൂർ ഡോളേഴ്സ് കൊടുത്താൽ ഈസർ ലിങ്ക് കാർഡ് ഇവിടെ മെട്രോ സ്റ്റേഷനിൽ തന്നെ വാങ്ങാം. അത് വെച്ചിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് മെട്രോയിൽ ട്രാവൽ ചെയ്യാം. പിന്നെ മെട്രോയിൽ നിങ്ങൾ ഫുഡ് കഴിക്കാനോ കുടിക്കാനോ ഒന്നും പാടില്ല, അതൊക്കെ ഫൈനബിൾ ആണ്. ഞങ്ങളിന്ന് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബേ ഫ്രണ്ട് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഉള്ളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ വിവോ സിറ്റി സ്റ്റേഷൻ ഉണ്ട്. അത് സെൻറ്റോസ എക്സ്പ്രസിൻ്റെ സ്റ്റേഷനാണ്. അതിൽ കയറണം. അതിൽ കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ഉള്ളത്. ഇത് സെൻറ്റോസ ഐലൻഡിലേക്ക് വേണ്ടി മാത്രമുള്ള ഒരു ട്രെയിനാണ്, ഒരു എക്സ്പ്രസ്. ഈ സെൻറ്റോസ ഐലൻഡിലേക്ക് അധികം ദൂരമൊന്നുമില്ല. നിങ്ങൾക്ക് റോഡ് വഴിയും കേബിൾ കാർ വഴിയും പിന്നെ ഈ സെൻറ്റോസ എക്സ്പ്രസ് ട്രെയിൻ വഴിയും അങ്ങോട്ടേക്ക് പോവാം. ഈ ട്രെയിൻ വഴി പോകുന്നതാണ് ഏറ്റവും ചീപ്പും ഈസിയസ്റ്റും വേ. ആകെ 200 സംതിങ്ങേ ഉള്ളൂ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റിനാവുള്ളൂ ഒരു ദിവസം. പിന്നെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് നിങ്ങൾ വീക്ക് ഡേയ്സിലേക്ക് തന്നെ ടിക്കറ്റ് എടുക്കുക, തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ റിസോർട്ട്സ് വേൾഡ് സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ഉള്ളത്. അവിടുന്ന് ജസ്റ്റ് നടക്കാനേ ഉള്ളൂ. സിംഗപ്പൂർ എന്ന് കേൾക്കുമ്പം നിങ്ങൾക്ക് ഓർമ്മ വരുന്ന വേറൊരു കാര്യമാണ് ഈ ഗ്ലോബും യൂണിവേഴ്സൽ എന്ന് എഴുതിയതും. ഇത് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ മുന്നിൽ തന്നെയുള്ള ഒരു സംഭവമാണ്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് കുറേ റൈഡ്സും കുറേ 4D ഷോസ് അങ്ങനെയൊക്കെ സംഭവങ്ങളുള്ള ഒരു പാർക്ക് പോലൊരു സംഭവമാണ്. ഇവിടേക്കുള്ള ടിക്കറ്റ് ഒരാൾക്ക് ഒരു 5000 സംതിങ് വരും. നിങ്ങൾക്ക് ക്ലൂക്ക് ആപ്പ് വെച്ചിട്ട് ബുക്ക് ചെയ്യാം. ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ മാത്രം കാര്യങ്ങളുണ്ട്. മെയിൻലി കുറേ ഇതുപോലത്തെ ബിൽഡിങ്സ്, പിന്നെ ഈ ട്രാൻസ്ഫോമർ റൈഡ്സ് ഉണ്ട്, മമ്മി റൈഡ്സ്, പിന്നെ റോളർ കോസ്റ്റർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊരു വണ്ടർലയിലൊക്കെ കാണുന്ന പോലത്തെ ഐറ്റംസ് ഉണ്ട്. മെയിൻലി കുറേ 3D 4D ഷോസൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ റൈഡ്സിലും കയറുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാം. കാരണം ഇത്രയും റേറ്റ് കൊടുത്ത ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയോടെ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ആ ഡേയും നിങ്ങൾക്ക് സൈറ്റ് സീയിങ്ങിന് പോവാം. ഇവിടെ കുറേ സ്ഥലത്ത് ഇതുപോലത്തെ ലോക്കർ ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മളുടെ ബാഗ് വെക്കാം. 45 മിനിറ്റ്സ് വെക്കാൻ ഫ്രീ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാഗ് എടുത്തിട്ട് വീണ്ടും അടുത്തൊരു ഏരിയയിൽ ലോക്കറിൽ കൊണ്ട് വെച്ചാൽ മതി. ഇതിൽ ഈ റോളർ കോസ്റ്റർ 2 ടൈപ്പ് ഉണ്ട്. ഒരു സൈലോണും ഹ്യൂമനും ഉണ്ട്. സൈലോണാണ് കുറച്ചും കൂടെ പേടിപ്പെടുത്തുന്നതാണ് പറയുന്നത്. ഞങ്ങൾ രണ്ടിലും കയറി. എനിക്ക് രണ്ടും അധികം ഡിഫറൻസ് തോന്നിയില്ല. നിങ്ങൾക്ക് പേടിയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഹ്യൂമനിലൊന്നും ആദ്യം കയറി നോക്ക്. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം സൈലോണിലും കയറിക്കോ. ഇത് നല്ല രസമുണ്ട്. പക്ഷേ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആദ്യം തന്നെ കയറി ഇതാണ്. പിന്നെ ഇവിടെ ഓരോ റൈഡൊക്കെ കയറുമ്പം നല്ല ക്യൂ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ചെല്ലുക. 10 മണിക്കാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഓപ്പൺ ആവുക. അപ്പോൾ ഞങ്ങൾ 10 മണിക്ക് മുമ്പേ ചെന്നു. കറക്റ്റ് 10 മണിയാകുമ്പോൾ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ റൈഡിലൊന്നും ക്യൂ ഇല്ലാതെ കയറാൻ പറ്റി. പക്ഷേ പിന്നെ അടുത്ത റൈഡ്സിലേക്ക് പോകുമ്പം ആൾക്കാരായിട്ട് അത്യാവശ്യം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സ്റ്റുഡിയോൻ്റെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്ര വെയിറ്റിംഗ് ടൈം ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ വൈഫൈ കിട്ടും. ഈ സിംഗപ്പൂരിൽ കുറേ സ്ഥലത്ത് നിങ്ങൾക്ക് ഫ്രീ വൈഫൈ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്രസ് പാസ് ടിക്കറ്റ് എടുക്കാം. അത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. അതാകുമ്പോൾ ക്യൂ നിൽക്കേണ്ടി വരില്ല. യൂണിവേഴ്സൽ സ്റ്റുഡിയോ 7 മണി വരെ ഉണ്ട്. പക്ഷെ ഞങ്ങളൊരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. ഒരു റൈഡ്സൊക്കെ കയറി കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ സെൻറ്റോസ എക്സ്പ്രസ് കയറിയിട്ട് ബീച്ച് സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ കുറച്ച് ബീച്ചസും ഒക്കെയാണുള്ളത്. അപ്പം ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് സിലോസോ ബീച്ചിലേക്ക് നടക്കുകയാണ്. ഇവിടെ മെയിൻലി കുറേ ആക്ടിവിറ്റീസും ബീച്ചസും ആണ് സെൻറ്റോസ ഐലൻഡിലുള്ളത്. നിങ്ങൾക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ സെൻറ്റോസ ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാം. ഞങ്ങൾ ജസ്റ്റ് ഈ ബീച്ച് മാത്രം കയറിയിട്ട് സൺസെറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഒരു വിങ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടൊരു ഫയർ വർക്ക് ഉണ്ട്. രാത്രി 7:45 8:45 അതും ടിക്കറ്റ് എടുത്ത് കയറുന്നൊരു പരിപാടിയാണ്. ഞങ്ങളത് ജസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ പുറമേ നിന്ന് കണ്ടുള്ളൂ. പിന്നെ ടയർഡായതുകൊണ്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലും പിന്നെ ഇവിടുത്തെ ചീപ്പ് ഷോപ്പിംഗ് ഏരിയാസും ഇതെല്ലാം എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പം അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ സിംഗപ്പൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാം. അണ്ടിൽ ദെൻ താങ്ക്സ്, ബൈ.